കേൾക്കുവാനായി ഓടി വന്നവർക്ക് ദൈവം ശക്തിയുള്ള ഒരു പ്രബോധനം അവർക്ക് കൊടുത്തു എന്ന് എബ്രായ ലേഖന കർത്താവ് പറയുന്നു. ഇന്ന് പകൽക്കാലം നമ്മൾ കേൾക്കുന്ന തിരുവചനം നമുക്ക് ശക്തിയുള്ളതായി മാറുവാൻ, അല്ല നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം തരുന്നതായി മാറുവാൻ ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു തിരുവചനം വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ, 19 വാക്യങ്ങൾ വായിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പക്ഷപാതക്കാരൻ്റെ സൗഖ്യത്തെക്കുറിച്ചെല്ലാം നമ്മൾ ഒരുപാട് കേട്ടവരാണ്, അറിഞ്ഞവരാണ്. പല പ്രസംഗങ്ങൾ ഇതിൽ നിന്ന് കേട്ടിട്ടുണ്ട്. എങ്കിലും ഞാൻ ഇതിൽ നിന്ന് ദൈവം എനിക്ക് തന്ന ഒരു ചെറിയ ചിന്തയെ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ 18-ാം വാക്യത്തിൽ കിടക്ക എടുത്തുകൊണ്ടുവന്നു. പക്ഷപാതക്കാരൻ പിടിച്ചവനെ കിടക്ക എടുത്തുകൊണ്ടുവന്നു. അകത്ത് കൊണ്ട് ചെല്ലുവാൻ, അവൻ്റെ മുമ്പിൽ വെപ്പാൻ അവർ ശ്രമിച്ചു. കിടക്ക എടുത്തുകൊണ്ട് വന്നു കർത്താവിൻ്റെ മുമ്പിൽ വെപ്പാൻ അവർ ശ്രമിച്ചു. പക്ഷേ ഇവിടെ വയ്ക്കാൻ ഒരു തടസ്സം എന്താണ്? പുരുഷാരം. കർത്താവിൻ്റെ മുമ്പിൽ വരാൻ വഴിയുണ്ട്, പക്ഷെ പുരുഷാരം വഴിയിൽ എന്ത് ചെയ്തിരിക്കുന്നു? നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് അവർക്കിപ്പം വഴി കാണാൻ നിവർത്തിയില്ല, അവർക്കിപ്പം വാതിൽ കാണാൻ നിവർത്തിയില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഏത് വഴിയാണെന്ന് പോലും അവർക്ക് കാണാൻ നിവർത്തിയില്ല. പക്ഷപാതക്കാരൻ്റെ വീട്, അവൻ സുഖമില്ലാതെ ഒരിടത്ത് അനങ്ങാതെ കിടക്കുകയാണ്. ഈ കൊണ്ടുവന്നവർക്കും അവരും തമ്മിൽ എന്തൊരു ബന്ധമാണെന്ന് വേദപുസ്തകത്തിൽ എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അവർ 4 പേര് അവർ ആഗ്രഹിച്ച ഒന്നേ ഉള്ളൂ, ഈ കുടുംബത്തിനകത്ത് സ്വസ്ഥത വരണം. ഈ വ്യക്തി അവിടെ കിടക്കുമ്പോൾ അതിനകത്ത്, ആ വീട്ടിനകത്തുള്ള ആർക്കും എന്തില്ല, സ്വസ്ഥതയില്ല. ഈ വ്യക്തി വെള്ളം കുടിക്കാൻ വിളിക്കുന്നു, അങ്ങേര് ചെന്ന് എടുക്കേണ്ട സ്ഥാനത്ത് ഒരാൾ വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കാൻ വേണം. അങ്ങേര് സ്വയമായിട്ട് ബാത്റൂമിൽ പോകേണ്ട സമയത്ത് ആ സമയത്ത് ഒരാളിൻ്റെ സഹായം വേണം. ഇങ്ങനെ മറ്റൊരാളിൻ്റെ സഹായം അവിടെ നിന്ന് കിടക്കേ കിടന്ന് വിളിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടിനകത്തുള്ളവർക്ക് എന്തില്ല, അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് മനസ്സിലാക്കിയ 4 പേർ മനസ്സിലായി, ഇത് കർത്താവിൻ്റെ പാദപീഠത്തിൽ ഈ വ്യക്തിയെ കൊണ്ടുവന്ന് വെച്ചാൽ എന്തു ചെയ്യും? സൗഖ്യമാകും. അവരുടെ വിഷയങ്ങൾ മാറ്റിവെച്ചു. അവരുടെ ജോലിയായിരിക്കാം, അവരുടെ വീട്ടിലെ കാര്യമായിരിക്കാം, എല്ലാം മാറ്റിവെച്ചിട്ട് ഈ വീട്ടിൽ സ്വസ്ഥത വരണം, ഈ വീട്ടിൽ സമാധാനം വരണം എന്ന ചിന്തയോടെ ഈ 4 പേര് ഈ പക്ഷപാതക്കാരനെ കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കാൻ ആഗ്രഹിച്ച് ഈ വീട്ടിൻ്റെ മുമ്പിൽ വരുമ്പോൾ അവരുടെ സമയം മാറ്റിവെച്ചു, അവരുടെ വീട്ടിലെ കാര്യങ്ങൾ മാറ്റിവെച്ചു, അവർ ജോലിക്ക് പോയാൽ അവർക്ക് സമ്പാദ്യം കിട്ടും, അത് മാറ്റിവെച്ചു. ഇതെല്ലാം മാറ്റിവെച്ചിട്ട് കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവരണം. അവർക്കൊരു വിശ്വാസമുണ്ട്, അല്ല, കർത്താവിനെ സൗഖ്യമാക്കാനുള്ള ശക്തി ഇവിടെ ഉണ്ട്. ആ ശക്തി ഉള്ളത് കൊണ്ടാണ് ജനമെല്ലാം ഇപ്പോഴും കർത്താവിൻ്റെ അടുക്കൽ വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, കർത്താവ് എല്ലാവരെയും അങ്ങ് സൗഖ്യമാക്കാറില്ല. കർത്താവിൻ്റെ അടുക്കൽ വന്നെന്ന് പറഞ്ഞ് എല്ലാവരെയും സൗഖ്യമാക്കാറ് ഇല്ല. ഈ ശക്തി കർത്താവിന് സമയമോ
കർത്താവ് അവരെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രമേ ഈ ശക്തി പുറപ്പെടൂ. അതല്ലേ രക്തസ്രാവക്കാരിയെ എടുത്ത 10,000 ജനം കൂടി നിന്നിട്ടും ഈ ശക്തി പുറപ്പെട്ടോ? അല്ല, കർത്താവിനെ തൊട്ടത് ആരെന്ന് കർത്താവ് ചോദിക്കണം. എന്നെ തൊട്ടതാര്? അവർ ശിഷ്യന്മാർ ചോദിക്കണം, ഇത്രയും ജനം നിന്നെ തിക്കിക്കൊണ്ടിരിക്കുന്നു, ഇതിൽ ആര് തൊട്ടെന്ന് പറയാൻ? കർത്താവ് ആവശ്യബോധത്തോടെ എന്നെ ഒരാൾ തൊട്ടു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. മനസ്സിലായല്ലേ? ആ ശക്തി പുറപ്പെടുമ്പോൾ 12 വർഷം അവൾ ചികിത്സിച്ചത് ഹാല്യാസ്തന രോഗത്തിനാണ്. പക്ഷെ കർത്താവ് പറയുന്നത് അത് രോഗമല്ല, ബാധ എന്നാണ് പറയുന്നിരിക്കുന്നത്. അപ്പൊ പല രോഗങ്ങളും നമ്മൾ ചികിത്സിക്കുന്നത് എന്താണ്? രോഗമല്ലായിരിക്കും, അത് ബാധയായിരിക്കും. രോഗാത്മാവ് എന്ന് പറയുന്ന ബാധ. ഇത് മാറ്റണമെങ്കിൽ ആരെ കൊണ്ടേ കഴിയുള്ളൂ? കർത്താവിനെ കൊണ്ടേ കഴിയുള്ളൂ. ഇടയ്ക്ക് PC ചെറിയാൻ പാസ്റ്റർ പ്രസംഗിച്ചിട്ട് പറയുന്നു, ഹാല്യാസ്തത്തിന് 17 പേര് ആശുപത്രി കിടന്നു. പാസ്റ്റർ നോക്കാൻ പോകുമ്പോൾ അവർ പറയുകയാണ്, എക്സ്റേ ചെയ്തു, സ്കാൻ ചെയ്തു, രോഗമൊന്നും കണ്ടില്ല. പാസ്റ്ററെ എന്തിനാണെന്ന് അറിഞ്ഞുണ്ടോ? അപ്പോൾ പാസ്റ്റർ തിരിച്ചു കൊടുത്ത മറുപടി ഇങ്ങനെയാണ്, തിരുമേശ യോഗ്യമല്ലാതെ എടുത്തിട്ട് അപ്പത്തിൽ കൂടെ കയറി വന്ന ബാധ എങ്ങനെ ഡോക്ടർ സ്കാനിങ്ങിൽ കിട്ടും? യോഗ്യമല്ലാതെ തിരുമേശ എടുത്തപ്പം കയറി വന്ന ബാധ എങ്ങനെ ഡോക്ടർ സ്കാനിങ്ങിൽ കിട്ടും? ഇതുപോലെ ചില ബാധകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, കയറിയിരിപ്പുണ്ട്. അത് നമ്മളെ കുടുംബത്തെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? സ്വസ്ഥതക്കേട് വരുത്തുന്നു, നമ്മുടെ സാമ്പത്തികത്തിന് നഷ്ടം വരുത്തുന്നു, മറ്റുള്ളവർക്ക് സ്വൈരം കൊടുക്കുന്നില്ല. ഇങ്ങനത്തെ ഒരു അനുഭവത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ 4 പേര് വിചാരിച്ചു, ഈ അനുഭവം മാറ്റണമെങ്കിൽ ആര് തന്നെ വിചാരിക്കണം? കർത്താവ് തന്നെ വിചാരിക്കണം. ആ കർത്താവിൻ്റെ അടുക്കൽ ഇവരെ കൊണ്ടുപോകുന്നു. പക്ഷെ അവിടെയാണ് തടസ്സം. ആരാണ് തടസ്സം? പുരുഷാരം. കർത്താവിൻ്റെ അടുക്കലേക്ക് പോകാൻ ആ വീട്ടുകാർ ഒരു വഴി എന്ത് ചെയ്തിട്ടുണ്ട്? ഇട്ടിട്ടുണ്ട്. പക്ഷേ പുരുഷാരം തടസ്സമാണ്. കർത്താവ് നമ്മളോട് പറയുന്നത്, കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നു, ഒരു വഴി ദൈവം തുറന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പരീക്ഷ വന്നെങ്കിൽ, അല്ലേ? 1 കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിനകത്ത് ദൈവം പറയുന്നത് ഇങ്ങനെയാണ്, ഈ വഴിയിൽ ദൈവം പറഞ്ഞിട്ടാണ് നമ്മൾ ഒരു വഴി യാത്ര ചെയ്യുന്നെങ്കിൽ മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ വരൂല. മനുഷ്യന് പരിഹരിക്കാൻ കഴിയുന്ന പരീക്ഷകൾ മാത്രമേ ആ വഴിക്കകത്തുണ്ടാവൂ. അതിനപ്പുറമാകുന്ന പരീക്ഷകൾ ഉണ്ടാവില്ല. അത് ദൈവം പറഞ്ഞിട്ടാണെങ്കിൽ. ഇവിടെ 4 പേര് ദൈവാത്മാവ് പറഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്തത്? അവർ പള്ളിയിൽ പോണതോ കർത്താവിനെ വിശ്വസിക്കണതോ ആരോ ആയിക്കൊണ്ട് പോട്ടെ, പക്ഷെ അവരുടെ ഉള്ളിനകത്ത് ദൈവം കൊടുത്ത ഒരു പ്രേരണയാണ് അവർ ഈ വ്യക്തിയെ എടുത്തോണ്ട് എന്ത് ചെയ്യുന്നത്? കർത്താവിൻ്റെ അടുക്കൽ പോകുന്നത്. അപ്പോൾ ആ പരീക്ഷയിൽ നടപ്പല്ലാത്ത പരീക്ഷ അവർക്ക് ദൈവം എന്ത് ചെയ്യില്ല, വെച്ചിട്ടില്ല. അവരെ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന പരീക്ഷ മാത്രമേ ദൈവം വെച്ചിട്ടുള്ളൂ. കാരണം കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. എന്നാൽ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ നമുക്ക് ജ്ഞാനത്തിൽ നിന്നുകൊണ്ട് തൻ്റെ ആ അന്നത്തെ യൗവനത്തിൽ ദൈവം കൊടുത്ത ആത്മാവിൽ നിന്നുകൊണ്ട് പറയുന്നത്, ഏത് മനുഷ്യൻ്റെ വഴിയുടെ ആരംഭം എന്ന് പറയുന്നത് ദൈവമാണ്, അല്ലേ? സാദൃശ്യവാക്യം 8:22 വായിക്കുമ്പോൾ അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്, നമ്മുടെ വഴിയുടെ ആരംഭം ആരാണ്? ദൈവമാണ്. നമ്മൾ പ്രാർത്ഥിച്ച് തുടങ്ങുന്ന ഒരു വഴിയുടെ ആരംഭം എന്ന് പറയുന്നാൽ അങ്ങനെയല്ലേ വായിച്ച? നിയമിക്കപ്പെട്ട. അപ്പൊ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ, തുടക്കത്തിന് മുമ്പേ ദൈവം നിയമിക്കപ്പെട്ടു. ദൈവം എന്തിനാണ് ക്രിസ്തുവിനെ നിയമിക്കപ്പെട്ടത്? നമ്മുടെ വഴിയുടെ ആരംഭമാകാൻ. മനസ്സിലായ? നമ്മുടെ വഴിയുടെ ആരംഭമാകാനാണ് ദൈവം സൃഷ്ടിച്ചത്.
ദൈവം മോശയോട് ഇസ്രായേൽ മക്കളെ ഇറങ്ങി പുറപ്പെടാൻ പറഞ്ഞു. പുറപ്പെട്ട് അവരിങ്ങനെ വഴിയെ വരുമ്പോൾ ദൈവം മോശയോട് പറഞ്ഞ ഒരു കാര്യം എന്താണ്? മോശയോട് ഒരു കാര്യം പറഞ്ഞു. എന്തു പറഞ്ഞു? മോശയോട് മാത്രമേ പറഞ്ഞുള്ളൂ, വേറെ ആരോടും പറഞ്ഞുമില്ല. എന്തു പറഞ്ഞു? പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം ഒന്ന് എടുത്തേ, അതിൻ്റെ 17-ാം വാക്യം ഒന്ന് വായിച്ചേ. 13:17. ആ, അപ്പൊ ഇവരെ ആരാധിക്കാൻ പോകേണ്ട സ്ഥലം അടുത്താണ്. പക്ഷെ അത് ആരെ വിളയിൽ കൂടെ പോകണം? ആരെ വഴിയിൽ കൂടെ പോകണം? ഫെലിസ്ത്യരുടെ നാട്ടിൽ കൂടെ പോകണം. അടുത്താണ്, സ്ഥലം അടുത്താണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഓ അടുത്ത് ദൈവാലയത്തിൽ പോണതാണ് എളുപ്പം. ചിലപ്പോൾ ചിലരൊക്കെ ദൂരെ നിന്ന് എന്ത് ചെയ്യും? ആലയത്തിൽ വരും. ആലയത്തിൽ വരുമ്പോൾ നമ്മൾ ചോദിക്കും, അവിടെ ആലയം ഇല്ലേ, അവിടെ അടുത്തെവിടെയെങ്കിലും പെയ്യാ പോരെ? പക്ഷെ അതിൻ്റെ നടുവിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു പ്രതികൂലമാണ് ഫെലിസ്ത്യർ. ഇവിടെ ദൈവം പറയുന്നത് കേട്ടാ, അവർ ഫെലിസ്ത്യരുടെ ഇടയിൽ കൂടെ പോകേണ്ടി വരും. അവിടെ അവർക്ക് സംഭവിക്കുന്നത് അവിടെ അവർക്ക് യുദ്ധമുണ്ട്. ആ വഴിയിൽ എന്തുണ്ട്? യുദ്ധമുണ്ട്. അത് കണ്ട് അടുത്ത ആ വഴിയിൽ കൂടെ എന്ത് ചെയ്യരുത്? നമ്മൾ കയറി പോകരുത്. അവിടെ യുദ്ധമുണ്ട്. ആ യുദ്ധത്തിൽ അവർ അനുതപിച്ച് എവിടെ പോകാൻ ആഗ്രഹിക്കും? ഞാൻ എവിടെ നിന്നാണോ പുറപ്പെടിച്ചു കൊണ്ടുവന്നത് അവിടെ തിരിച്ചു പോകാൻ ആഗ്രഹിക്കും. യുദ്ധം കാണുമ്പോൾ ഇത് കണ്ട് ദൈവം അല്പം ചുറ്റി നടത്താൻ ആഗ്രഹിച്ചു. എന്നിട്ട് ദൈവം മോശയോട് പറഞ്ഞു, ആ 21-ാം വാക്യം വായിക്കുമ്പോൾ 13:21 കണ്ട, ഇത് നിങ്ങൾ ആരും, മോശ ആണ് മുമ്പേ പോണത്, എങ്കിലും മോശയുടെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ ആരും ആ വഴി കാണിക്കണ്ട, ഞാൻ എന്ത് ചെയ്തോളാം അവർക്ക് വഴി. എപ്പോഴല്ല, രാവും കാണിക്കും പകലും കാണിക്കും. ആ വഴി അവർ നടക്കുമ്പോൾ അടുത്ത് അവർക്ക് മുമ്പായിട്ട് ഞാൻ പോകും. ഏതെല്ലാം രീതിയിൽ? പകൽ മേഘസ്തംഭമായിട്ട്, രാത്രി അഗ്നിസ്തംഭമായിട്ട്, രണ്ട് സ്വഭാവങ്ങളോടുകൂടി ഞാൻ അവരെ മുമ്പേ പോകും. അല്ലേ? പകലുള്ള ചൂടും രാത്രിയുള്ള വെളിച്ചത്തിനും തമ്മിൽ വ്യത്യാസമുണ്ട്. രാത്രി എന്ത് വേണം? നല്ല വെളിച്ചം ഉണ്ടെങ്കിലേ പോകാൻ കഴിയുള്ളൂ. അതിന് ഞാൻ അഗ്നിയായിട്ട് അവരുടെ മുമ്പിൽ വരും. പകലവർക്ക് ചെറിയ വെളിച്ചം മതി, അതിന് മേഘസ്തംഭമായിട്ട് ഞാൻ അവരുടെ മുമ്പിൽ നിൽക്കും. കേട്ടാ, ദൈവം വഴി നടത്തുള്ള വഴി കണ്ടാ. എപ്പോഴാണ് നിനക്ക് ആവശ്യം? എന്താണ് നിനക്ക് ആവശ്യം? പകൽ എന്താവശ്യം? രാത്രി എന്താവശ്യം? അതിന് കണക്കായത് ദൈവം കൊടുത്ത് അവരെ വഴി നടത്തും. അടുത്ത് കണ്ട, ഇത് ഒരിക്കലും മാറൂല. ദൈവം വഴി നടത്തുകയാണെങ്കിൽ, ദൈവം വഴി നടത്തിയാൽ ഈ രീതി, പകൽ എന്ത് വേണം രാത്രി എന്ത് വേണം, അതൊരിക്കലും മാറൂല. അടുത്ത് ഇല്ല, 13-ന്റെ അവസാനം 21 അവർ എത്തേണ്ട സ്ഥലത്ത്, അങ്ങനെ ഒരു വാക്യം കൂടെ ഇല്ലേ? 20 ഒന്നുകൂടെ വായിച്ച 21. വേറൊരു സ്ഥലത്ത് അവർ എത്തേണ്ട സ്ഥലത്ത് എത്തേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട്. അതാണ് ഞാൻ നോക്കി, എവിടെ വേണ്ട. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഇത്
ദൈവം പറയുന്ന ഒരു വാക്ക്. പക്ഷേ ഇവർ ചെന്നിറങ്ങിയത് എവിടെ? ചെങ്കടലിൻ്റെ മുമ്പിൽ. നിങ്ങൾ മനസ്സിലായ? ചെങ്കടലിൻ്റെ മുമ്പിൽ ആ ചെന്നിറങ്ങിയപ്പോൾ ഇവര് ആരും പറയാതെ തന്നെ ഇവർ പറയണം ഞങ്ങൾ മിസ്രൈമിലേക്ക്. ഇവരെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ദൈവത്തിന് വ്യക്തമായി പിടികിട്ടി. ഒരു യുദ്ധം ഇല്ലെങ്കിലും ഇവർക്ക് ഇവരുടെ സുഖസൗകര്യങ്ങളാണ്, അല്ലേ, ഇവരുടെ ആഗ്രഹങ്ങളാണ് ഇവരുടെ മനസ്സിനകത്ത്. ദൈവത്തിന് അത് വ്യക്തമായി പിടികിട്ടി. അതുപോലെ ഇവിടെ പറയുന്നു, ഞാനാണ് വഴിയുടെ ആരംഭം. യെശയ്യാ പ്രവചനം 43:13 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എൻ്റെ വഴി എവിടെയെല്ലാം ഉണ്ട്, പെരുവെള്ളത്തിലുമുണ്ട് സമുദ്രത്തിലും. ഇത് മോശയ്ക്ക് അറിഞ്ഞുകൂടായിരുന്നു. പെരുവെള്ളത്തിൽ കൂടെ ദൈവത്തിന് വഴി ആക്കറിഞ്ഞുകൂടാ. കാര്യം മോശ 10 അത്ഭുതം കണ്ടെങ്കിലും ഇതുവരെ ഇങ്ങനെ ഒരു വഴി ഒരുക്കി മോശ ഇതുവരെ കണ്ടിട്ടില്ല. 10 അത്ഭുതങ്ങൾ മോശ ചെയ്തു, പക്ഷെ വഴിയൊരുക്കിയിട്ടുള്ള ഒരു കാര്യം മോശ ചെയ്തില്ല. അതുകൊണ്ടാണ് അല്യസ്തോത്രം മോശ പ്രാർത്ഥിച്ചത്, ഇനിയെങ്കിലും നീ നിന്റെ വഴി എന്നെ എന്ത് ചെയ്യണം, അറിയിക്കണം. ഇതുവരെ മോശയെ അറിയിച്ചില്ല. പക്ഷെ 103-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ മോശയ്ക്ക് തൻ്റെ വഴിയും അഹരോന് തൻ്റെ പ്രവൃത്തിയും ദൈവം എന്ത് ചെയ്തു കൊടുത്തു, വെളിപ്പെടുത്തിയെന്നാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. അപ്പം നോക്കണം, മോശയ്ക്ക് തൻ്റെ വഴിയെ ദൈവം കാണിച്ചു കൊടുത്തു. ഏതിനു ശേഷം? അറിയിക്കണമെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം. പക്ഷെ അഹരോന് തൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തി കാണിച്ചു കൊടുത്തു. എവിടെ? കാളക്കുട്ടിയെ വാർത്ത് സമയത്ത് തൻ്റെ പ്രവൃത്തിയെ എന്ത് ചെയ്തു കൊടുത്തു, വെളിപ്പെടുത്തി കൊടുത്തു. ഇവിടെ യെശയ്യാവിന് വെളിപ്പെട്ട ഒരു കാര്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വഴി എവിടെയെല്ലാം വെച്ചിരിക്കുന്നത്? 43-13 43 വായിച്ചേ. 16 വായിച്ചേ. കണ്ട, സമുദ്രത്തിൽ വഴിയും പാതയിൽ, പെരുവെള്ളത്തിൽ പാതയും ഒരുക്കാൻ ഉണ്ടാക്കുകയും. ഇനി 19-ാം വാക്യം വായിച്ച. 19. പുതിയതൊന്ന്. അപ്പം പുതിയ വഴി, നമ്മൾ നടന്നു വരുന്ന വഴി അടയണമെങ്കിൽ ദൈവം അടുത്ത് ചെയ്യുന്ന പുതിയ വഴി ഉണ്ടാക്കും. പഴയത് എന്ത് ചെയ്തു? ദൈവം വിട്ടു. പുതിയ ഒരു വഴി, പുതിയ വഴി ഉണ്ടാക്കും. പഴയതിന് എന്ത് ചെയ്യണം? നീ മറക്കണം. കാരണം ദൈവം അടുത്ത് നിനക്ക് മുമ്പോട്ട് പോകാൻ കഴിയാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ ദൈവം ഒരുക്കുന്ന വഴി പുതിയതാ. പിന്നെ നീ പഴയ മത്തങ്ങയും ചുറ്റുള്ളിയും ഒന്നും ചോദിച്ചോണ്ട് എന്ത് ചെയ്യരുത്, ഇരിക്കരുത്. പുതിയൊരു വഴിയാണ് ദൈവം ഒരുക്കാൻ പോണത്. ഈ വചനം വായിച്ചിട്ടുള്ളവരായിരിക്കണം ഈ 4 പേര്. ഇവരിവിടെ കൊണ്ടുവന്നപ്പോൾ അവർ ചിന്തിച്ചിരിക്കുക, അയ്യോ എൻ്റെ ജോലി പോയി, ഞങ്ങളിന്ന് പോവേണ്ട ജോലി എന്ത് ചെയ്ത് നഷ്ടമായി, ഞങ്ങളുടെ സമ്പത്ത് നഷ്ടമായി, ഞങ്ങൾക്ക് കുടുംബത്തിൽ ഇന്ന് ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നഷ്ടമായി. എന്നിട്ടാണ് ഞങ്ങൾ ഇവരെയും എടുത്തോണ്ട് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ അകത്തോട്ട് എന്തില്ല, പ്രവേശിക്കാൻ ഇടവുമില്ല. വഴിയുണ്ടായിരുന്നു. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നമ്മളെ വഴി അടയ്ക്കുന്നത് ദൈവമല്ല, മനുഷ്യരാണ്. ഇവിടെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ കഴിയാതെ വണ്ണം വഴി അടച്ചതാര്? പുരുഷാര്. അവരെ ഒന്ന് പറയുകയാണ്, നിങ്ങൾ ഇത്രയും പാടുപെട്ട് കൊണ്ടുവന്നതല്ലേ, ഇതാ അകത്തോട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞൊന്ന് ഒതുക്കി കൊടുത്തെങ്കിൽ ഈ വ്യക്തിയെ കൊണ്ടുവരാൻ സാധിക്കില്ലായിരുന്നാ? ഓരോരുത്തർക്കും അവരവരുടെ ആവശ്യമാണ്. എന്നാൽ ആ വ്യക്തികൾ
കർത്താവിൽ നിന്ന് ഒന്നും പ്രാപിക്കാൻ വന്നവരല്ല. കർത്താവിൻ്റെ ഇരിക്കുന്ന ശക്തി, രോഗശക്തി, കർത്താവ് വിചാരിച്ചാലേ എന്ത് ചെയ്യുള്ളൂ? പുറപ്പെടുകയുള്ളൂ. ലൂക്കോസ് 9:11 വായിച്ചു നോക്കിയാട്ടെ ഒന്ന്. ലൂക്കോസ് 9:11. 9 അധ്യായത്തിൽ ആ നോക്കണമേ, രോഗശാന്തി അല്ല, എല്ലാവരെയും അല്ല. നേരത്തെ 2 പ്രാവശ്യം കർത്താവ് എല്ലാവരെയും എന്ത് ചെയ്ത്? സൗഖ്യമാക്കി. ഇപ്പൊ എന്ത് ചെയ്യുന്നില്ല? 5-ാം അധ്യായത്തിലും 6-ാം അധ്യായത്തിലും കർത്താവിൻ്റെ അടുക്കൽ വന്ന എല്ലാവരെയും സൗഖ്യമാക്കി എന്നാണ് എഴുതിയിരിക്കുന്നത്, 6:17 വായിക്കുമ്പോഴും. പക്ഷേ ഇവിടെ എന്ത് ചെയ്തില്ല? സൗഖ്യമാക്കിയില്ല. വന്നവരുടെ ആദ്യം എന്ത് ചെയ്ത്? ദൈവരാജ്യം പ്രസ്താവിച്ചതിന് ശേഷം ആ ദൈവരാജ്യത്തിൽ നിലനിൽക്കുമെന്ന് തോന്നിയവരെ മാത്രമേ എന്ത് ചെയ്തുള്ളൂ? മനസ്സിലായില്ലേ? നമ്മളെ വഴി അടയുമ്പോൾ പ്രിയ ദൈവമക്കളെ, നമുക്ക് പുതുവഴി തുറക്കാത്തതിന് കാരണം ഇതാ. ദൈവം നമ്മളെ എന്ത് ചെയ്യുകയാണ്? പരീക്ഷിക്കുകയാണ്. നിൽക്കുമോ ഇല്ലയോ? അത് നിൽക്കാത്തത് കൊണ്ടാണ് വഴി പുതിയത് തുറക്കാത്തത്. പുതിയത് ദൈവം ഉറപ്പായിട്ട് തുറക്കും. പക്ഷേ നമ്മൾ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരായി, അതോ നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി ഓടുമോ? അതോ ദൈവരാജ്യം ഒരിക്കലും ഭക്ഷണവും അല്ല, പാനീയവും അല്ല. ഈ വിഷയങ്ങൾക്ക് വേണ്ടി ഒരാൾ ഓടുകയാണെങ്കിൽ അവർക്ക് വേണ്ടി പുതിയ വഴി ദൈവം ഒരിക്കലും തുറക്കില്ല. ദൈവം നോക്കിയിട്ട് പുതിയ വഴി തുറക്കും. ഇവിടെ അവർ 4 പേരും കൂടെ കൊണ്ടുവന്നപ്പോൾ ദൈവം അവർക്ക് എന്ത് ചെയ്തു കൊടുത്തു? ഒരു പുതിയ വഴി പറഞ്ഞു കൊടുത്തു ഹൃദയത്തിൽ. അവർ ചിന്തിച്ചുകൊണ്ടിരുന്നു, അയ്യോ ഞങ്ങളുടെ അധ്വാനം അല്ലേ. യെശയ്യാപ്രവചനം 49-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചേ. യെശയ്യാവ് 49:4. നമ്മൾ പലപ്പോഴും ഈ ഒരു ചിന്ത എല്ലാ ദൈവമക്കളുടെയും ജീവിതത്തിൽ കടന്നു വരികയാണ്. ഞാൻ ദൈവത്തിന് വേണ്ടി നമ്മുടെ ശക്തി, ഞങ്ങളുടെ പ്രയത്നം പോലെ നന്മ കൊടുത്തു, പക്ഷെ അതെല്ലാം നിഷ്ഫലമായെന്ന് ചെലവഴിച്ചു എന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്? പറയുന്നു. പിന്നെ ഒരു വിശ്വാസമുണ്ട് ചിലർക്ക്, എങ്കിലും എൻ്റെ ന്യായം എവിടെയുണ്ട്? ദൈവത്തിൻ്റെ പക്കൽ ഉണ്ട് എന്നൊരു ചിന്തയും ഉണ്ട്. ഈ 4 പേര് കൊണ്ടുവന്ന അവരുടെ മനസ്സിനകത്തും ഇതാണ് ചിന്ത. എങ്കിലും നമ്മൾ ഇത്രയും പാടുപെട്ട് ഇവനെ എടുത്തോണ്ട് വന്നു, എന്തെങ്കിലും ഒന്ന് ദൈവം ചെയ്യാതിരിക്കില്ല എന്ന്. അപ്പോഴേ അവരുടെ മനസ്സിനകത്ത് ദൈവം കൊടുത്തൊരു ചിന്തയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? മേൽക്കൂര പൊളിക്കണം. നിങ്ങൾ മേൽക്കൂര പൊളിക്കണം. അവിടെ നിന്ന് തൂക്കി ആരെയും തടസ്സമില്ലാതെ എൻ്റെ അടുത്ത്, പുരുഷാരത്തിൻ്റെ തടസ്സമില്ലാതെ എൻ്റെ അടുത്ത് നേരിട്ട് ഈ വ്യക്തിയെ ഇറക്കാം. ദൈവം അവരുടെ ഉള്ളിനകത്ത് ചിന്ത കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും വീട്ടിലാണ് കർത്താവ് ഇരിക്കുന്നത്, ഞാനൊരു രോഗിയെയും കൊണ്ടുവന്നു, എനിക്കകത്ത് കയറാൻ നിവർത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ഉയരെ കയറി എന്ത് ചെയ്തു? വീട് പൊളിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യും? ഒരിക്കലും അനുവദിക്കില്ല. പക്ഷെ ഇവിടെ ദൈവം പറഞ്ഞിട്ട് ദൈവത്താൽ തുറക്കാൻ പോകുന്ന, അല്ലെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തന്നെ 30-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, കഷ്ടത്തിൻ കണ്ണുനീരും ഞെരുക്കത്തിൻ്റെ അപ്പവും തന്നാലും നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ പുറകിൽ നിന്ന് ഒരു ശബ്ദം നീ എന്ത് ചെയ്യും? വഴി ഇതാകുന്നു എന്ന ഇൻപ ശബ്ദം. എങ്ങനെയുള്ള ശബ്ദമല്ല. മക്കളെ, നീ പോണ വഴി അതല്ല.
നീ പോവേണ്ട വഴി അതല്ല, ഇതുവഴി പോക എന്നുള്ള ഇൻപ ശബ്ദം നീ കേൾക്കും. ഇതാണ് ദൈവ ആലോചനയുമായിട്ട് നമ്മൾ പോയാലുള്ള കാര്യം. ഈ ഇൻപ ശബ്ദം എന്ത് ചെയ്യും? നമ്മളെ വഴിയിൽ കേൾക്കും. ഈ 4 പേരുടെ ചെവിയിൽ എന്ത് ചെയ്തു? ഈ ഇൻപ ശബ്ദം ഒരുപോലെ കേട്ടു. നിങ്ങൾ എന്ത് ചെയ്യണം? ഉയര കയറി കൂര പൊളിക്കണമെന്ന്. പിന്നെ അവർ ഒന്നിനും താമസിച്ചില്ല. അവർ ചടനെ ഈ പുരുഷാരത്തെ നോക്കിയില്ല, വീട്ടുടയൻ്റെ അടുത്ത് നോക്കിയില്ല, ഒന്നും കേട്ടില്ല. അവർ ഉടനെ കയറി എന്ത് ചെയ്തു? പൊളിക്കാൻ തയ്യാറായി. ഞാൻ പറയട്ടെ, ഞാൻ ഈ വീടുകൾക്ക് അടിസ്ഥാനം ഇടാൻ പോയിട്ട് 10-16 കുടുംബങ്ങളോളം ഈ മിശേവാസ സഭയിലുള്ള ഈ 2 പേരുടെ വീട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്. പാസ്റ്റർക്ക് സമയമില്ലാന്ന് പറഞ്ഞാണ് എന്നെ കൊണ്ട് ഇടിയിച്ചത്. പാസ്റ്റർ തമിഴ്നാട്ടിൽ പോകുന്നു എന്ന് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അവരോടൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് ഇട്ടിട്ട്, നിങ്ങളുടെ വീട് പൂർത്തിയാകാൻ എപ്പോഴാണോ പണി തുടങ്ങുന്നത് അന്ന് നിങ്ങളുടെ മനസ്സിനകത്ത് തോന്നുന്ന എന്തെങ്കിലും സഭയ്ക്ക് വേണ്ടി ചെയ്യണം. സഭ കർത്താവിൻ്റെ ശരീരമാണ്. ഈ ശരീരത്തിനകത്താണ് നമ്മൾ അനുഗ്രഹം പ്രാപിക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കാൻ സഭയ്ക്കകത്ത് പോകുമ്പോൾ അതേപോലെ നിങ്ങളുടെ ശത്രുക്കളെ കീഴടക്കി തരേണ്ടത് ആരാണ്? വീട്ടിൽ ദൈവം. നമുക്കൊരു ശത്രുവുണ്ട്. ഇവരെ കീഴടക്കിയാൽ മാത്രമേ ഈ വീട്ടിനകത്ത് നമുക്ക് സ്വസ്ഥമായി. ദൈവം നമുക്ക് വീട് പണിയുന്നത് എപ്പോഴാണ്? വീട് പണിയുന്നത്? ദൈവം നമുക്ക് വീട് പണിയുന്നത് എപ്പോൾ? ദാവീദിന് വീടുണ്ട് ഇല്ലേ? 5-ാം അധ്യായത്തിൽ നല്ലൊരു അരമനയുണ്ട്. ആര് വെച്ചു കൊടുത്തത്? ഹീരാൻ രാജാവ് വെച്ചു കൊടുത്തത്. പക്ഷെ ദൈവമല്ല അത് വെച്ചത്. ദൈവം പറയുകയാണ് ദാവീദിനോട്, 7-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ ദാവീദിനോട് ദൈവം പറയുന്നു, ഞാൻ നിനക്കൊരു ഗൃഹം പണിയും. അപ്പം നേരത്തെ ഉള്ള അരമന അത് ഞാനല്ല പണിതത്. ചിലരൊക്കെ ചോദിക്കും, അവിടെ വീടുണ്ടല്ല, പിന്നെ എന്തിന് ഇവിടെ ഒരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന? അത് ദാവീദേ, നിന്നെയും നിന്റെ കൂടെ ഉള്ളവരും ഇഷ്ടത്തിന് വെച്ച വീട്. പക്ഷെ ഞാൻ നിനക്കൊരു വീട് വയ്ക്കാൻ പോണു. ആ വീടിനകത്ത് ആദ്യം നിന്റെ ശത്രുക്കളെ ഞാൻ അടക്കും. അപ്പൊ അങ്ങനെയുള്ളൊരു വീട് നമുക്ക് വെക്കാൻ പറ്റാത്തതിന് കാരണം നമുക്ക് എന്തുണ്ട്? അവരെ കീഴടക്കാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ദൈവത്താലുള്ള ഭവനം പണിയാനും നമുക്ക് കഴിഞ്ഞില്ല. അതിനകത്ത് ദൈവം പറയുന്നത്, നീ സഞ്ചരിച്ച സകല സ്ഥലത്തും ഞാൻ നിന്നോടുകൂടെ ഇരുന്നു. അപ്പം നമ്മൾ സഞ്ചരിക്കുന്ന എല്ലായിടത്തും ദൈവം കൂടെ ഇരിക്കണമെങ്കിൽ ആ ദൈവവുമായിട്ട് ചേർന്ന് പോകത്തക്ക കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യണം. മനസ്സിലായ? ഇതാണ് പുതിയ വഴി, പുതിയ ഒരു ഭവനം. ആ ഭവനം, ദൈവം വയ്ക്കുന്ന ഭവനത്തിനകത്താണ് നമുക്ക് സ്വസ്ഥത. അവിടെ ഞാൻ നിനക്ക് സ്വസ്ഥത തരും. അത് നിന്റെ കാലശേഷം നിന്റെ മക്കൾക്ക് ഞാൻ അവകാശമാക്കി. അവിടെ പാർക്കുമ്പോൾ ശൗലിനെ തള്ളിയതുപോലെ എൻ്റെ ദയ നിന്നിൽ നിന്ന്. അപ്പം ദൈവം പണിയുന്ന വീടിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ നോക്കിക്കൊള്ളണം. നമ്മൾ പണിയുന്ന വീടും ദൈവം പണിയുന്ന വീടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ ഞാൻ സ്വസ്ഥത തരും. അവിടെ നിന്റെ കാലം പൂർണ്ണമായിട്ട് തികഞ്ഞതിന് ശേഷം അത് നിന്റെ മക്കൾക്ക് ഞാൻ ശാശ്വത അവകാശമാക്കി കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മളാരും അങ്ങനെ ഒരു വീട് വെച്ചിട്ടില്ല. ഇന്ന് വരെ നമ്മളെ ശത്രുക്കളെ തീർന്നിട്ടുണ്ട്, പ്രതികൂലം മാറിയിട്ടുണ്ടോ? സ്വസ്ഥതയുണ്ടോ? നമ്മൾ ഇന്നുവരെ അങ്ങനെ ഒരു വീട് വെച്ചിട്ടില്ല. കാര്യം നമ്മളെ കൂടെ ദൈവം നടക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മളിൽ നിന്ന് വെളിപ്പെടുന്നത് നടക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. മനസ്സിലായ? നമ്മളവിടെ ദൈവം നടക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ നമ്മളിൽ നിന്ന് വെളിപ്പെടുന്നത് ദൈവം ആഗ്രഹിക്കാത്ത കാര്യം. അപ്പം നമ്മൾ ആദ്യം ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ചെയ്തു നോക്ക്. ആ വീട് പെട്ടെന്ന് പണി പൂർത്തിയാവും. പക്ഷേ അല്ലാത്ത വീട്
പണി പൂർത്തിയാകാൻ ഇത്തിരി താമസിക്കുകയും ചെയ്യും. ഇനി ആര് പ്രാർത്ഥിച്ചാലും ഇതാ വീട്. അപ്പം ദൈവം ഇവ 4 പേരെടുത്ത് പറഞ്ഞു, മക്കളെ നീ ഉയരെ കയറണം, അത് പൊളിക്കാൻ പറഞ്ഞു. പക്ഷേ ആ വീട്ടുടയ അനങ്ങിയില്ല. ദൈവം കൊടുത്ത വഴിയായതുകൊണ്ട് വീട്ടിലെ ഉടയ നീ എന്താ കയറി എൻ്റെ വീട് പൊളിക്കണമെന്ന് ചോദിക്കാൻ കണ്ട. ദൈവം തുറന്ന പുതുവഴിയിലുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ജനമെല്ലാം പുരുഷാരമെല്ലാം എന്തിനാ വന്നത്? യേശു കർത്താവിൻ്റെ അടുത്തെത്തായി. അവരാരും വാദിക്കാൻ വയ്യില്ല. ഞങ്ങളാണ് നേരത്തെ വന്നത്, ഇത് കൊള്ളാമല്ല, ഞങ്ങൾക്ക് മുമ്പേ നീ കയറണ എന്ന് ചോദിച്ച് ആരും എന്ത് ചെയ്തില്ല. അവരെ തള്ളിയിടാനോ വലിച്ചിറക്കാനോ വഴിക്ക് രൂപം കൊടുത്തത് ആര്? ദൈവം. ഞാൻ പറയട്ടെ, നമുക്കിങ്ങനെ ഒരു വഴിയാണ് നമുക്ക് തുറക്കേണ്ടത്. ആരും നമ്മളെ ചോദ്യം ചെയ്യാത്ത ഒരു വഴി, ആരും നമ്മളെ തടയാത്ത ഒരു വഴി. ഈ വഴി ദൈവത്തിന്റെ പക്കലേ ഉള്ളൂ. ഇത് 4 പേർക്ക് മനസ്സിലായി. അവരാരടുത്തും അനുവാദം ചോദിക്കാൻ നിന്നില്ല. തൻ്റെ മനസ്സിനകത്ത് ദൈവം തന്ന വഴിയാണ് ഈ വഴി. ഈ വഴിയിൽ നമ്മൾ കയറിയാൽ വീട്ടുടയനും മിണ്ടില്ല, വന്നവരും മിണ്ടില്ല. അവരങ്ങനെ നിൽക്കുകയാണ്. നിന്നപ്പോൾ ഇറങ്ങി. പ്രിയ ദൈവങ്ങളെ, ഈ വഴി നമുക്ക് പുതിയ നിയമത്തിൽ എങ്ങനെ തുറന്നതാ? യേശു കർത്താവിൻ്റെ രക്തത്തിൽ അല്ലേ? എബ്രായ ലേഖനം 9:8 അങ്ങനെയല്ലേ വായിക്കുന്നു? അവൻ്റെ രക്തത്താൽ അവൻ വഴി നമുക്ക് എന്ത് ചെയ്തു? തുറന്നു. അല്ലേ? ഒന്ന് വായിച്ചേ. ആ ഇല്ല, 9:18 വായിച്ചു നോക്കാം അങ്ങനെയാണെങ്കിൽ. ആദ്യത്തെ വഴി രക്തത്തിൽ വന്നതല്ല. നിങ്ങൾക്ക് മനസ്സിലായ? നമ്മള് പക്ഷപാതക്കാരനെയും കൊണ്ട് എടുത്തോണ്ട് നടന്നില്ല വഴി. അതവരെ മനസ്സിൽ തോന്നിയെങ്കിലും അവരെ മനസ്സിനകത്ത് ആ കഷ്ടത മാറാൻ വേണ്ടിയാണ് എടുത്തോണ്ട് വന്നത്. ഇപ്പൊ അവര് കയറാൻ പോണ വഴി ഏത് വഴി? കർത്താവിൻ്റെ രക്തത്തിൽ. 2 വഴിയിലും വ്യത്യാസം മനസ്സിലായ? അവരെ സ്വന്തം ഇഷ്ടത്തിലുള്ള കഷ്ടത മാറാൻ വേണ്ടി ഒരു വഴി അവരെടുത്തോണ്ട് വന്നപ്പോൾ അവർക്ക് എവിടെ എത്താൻ കഴിയുന്നില്ല? കർത്താവിൻ്റെ അടുക്കൽ എത്താൻ കഴിയുന്നില്ല. അവിടെ തടസ്സമാര്? പുരുഷാരം. മനസ്സിലായി? വഴിയില്ലാത്തതുകൊണ്ടല്ല, നമുക്ക് തടസ്സമുണ്ട്. അത് ചിലപ്പോൾ നമ്മളെ കുടുംബക്കാരാകാം, ബന്ധുക്കൾ, ചാർച്ചക്കാരാകാം, ദേശത്തിലുള്ളവരാകാം, ആത്മീയരാകാം. മനസ്സിലായ? ആത്മീയരാകാം. ഇവർ തടസ്സമായിട്ട് നിൽക്കുകയാണ്. നമുക്ക് എവിടെ എത്താൻ കഴിയാതെ വേണം? കർത്താവിൻ്റെ അടുക്കൽ എത്താതെ. പക്ഷെ നമ്മൾ എങ്ങനെ കയറണം ഇനി ആ വഴിയിലോട്ട്? കർത്താവിൻ്റെ രക്തത്തെ മുൻനിർത്തി. കർത്താവിൻ്റെ രക്തത്തെ വഴി മുന്നിൽ നിർത്തി കയറണം. ഒന്ന്. രണ്ടാമത്തെ വഴി 10:19 വാക്യം വായിച്ചേ. എബ്രായ ലേഖനം തന്നെ. കണ്ട, ഇനി അടുത്ത് യേശു കർത്താവിൻ്റെ ശരീരത്തിൽ കൂടെ തുറന്ന വഴി. അതാണ് പൗലോസ് പറഞ്ഞത്, അനാദി കാലഘട്ടത്തിൽ മറഞ്ഞു കിടക്കുന്ന ഞാൻ സഭ മുഖാന്തരം പ്രസ്താവിക്കുന്നു. അപ്പൊ നമ്മൾ ഒരു പണി ചെയ്യുമ്പോൾ സഭയെ എന്ത് ചെയ്യണം? പിടികിട്ടിയ അവൻ്റെ ശരീരം, അവൻ്റെ വഴി ഇവിടെ തുടങ്ങുകയാണ്. പലരും ഇതിനെ അവഗണിച്ച് കളയും. ഒരു വഴി ദൈവം തുറക്കുന്നു, അത് അവൻ്റെ ശരീരം വഴി. അതൊരു പുതിയ വഴിയാണ്. ഇന്ന് പകൽക്കാലം
നമ്മുടെ ജീവിതത്തിൽ അടഞ്ഞു കിടക്കുന്ന പലതും പലതും തുറക്കണമെങ്കിൽ ആദ്യം നമ്മൾ സഭയ്ക്ക് ബഹുമാനം കൊടുത്തേ മതിയാവും. സഭയെ ആദരിച്ചേ മതിയാവും. പലരും സഭയെ ഉപയോഗിക്കുന്ന എന്താണ്? സഭയെയും ദൈവദാസന്മാരെയും അവരുടെ ആവശ്യങ്ങൾ കൂടി വന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അതിനുവേണ്ടി ദൈവദാസന്മാരെ ശരിക്കും ഉപയോഗിക്കുന്നു, ദൈവവചനത്തെ ഉപയോഗിക്കുന്നു. ആവശ്യം കണ്ടാൽ ഇവരെ 3 പേരെ എന്ത് ചെയ്യും? അങ്ങ് ചവിട്ടി തള്ളും. പുതുവഴി അടഞ്ഞിരിക്കുന്നിടത്തുനിന്ന് പുതുവഴി തുറക്കണോ? പുതുവഴി കർത്താവിൻ്റെ രക്തത്തിൽ സ്ഥാപിച്ചതാ, കർത്താവിൻ്റെ ശരീരത്തെ കീറി മുറിച്ച് തന്നതാ. ഈ പുതിയ വഴിയിലേക്ക് നിനക്ക് കർത്താവിൻ്റെ അടുക്കൽ വന്ന് നിന്റെ അധ്വാനം വ്യർത്ഥമാകാതിരിക്കാൻ, നിന്റെ കഷ്ടത തീർന്നു പോകാൻ കർത്താവിൻ്റെ അടുക്കൽ എത്തണമെങ്കിൽ ഒരു പുതിയ വഴി നിനക്ക് ആവശ്യമാണ്. പുതിയ വഴി ആവശ്യമാണ്. ഈ വഴിക്കകത്ത് പ്രവേശിച്ചാൽ ക്രിസ്തുവിൻ്റെ പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് പറയുന്ന ഒരു വാക്യം കൂടെ വായിച്ചോ. യെശയ്യാ പ്രവചനം 65-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. യെശയ്യാവ് 65-ന്റെ 16-ാം വാക്യം. നോക്കണമേ, മതി മുമ്പിലത്തെ കഷ്ടങ്ങൾ. ഈ വഴി തുറന്ന് കർത്താവിൻ്റെ പാദപീഠത്തിൽ അവനെ ഇറക്കി വെച്ചപ്പോൾ തിരിച്ചവർ ചുമക്കേണ്ടി വന്നോ? ചുമക്കേണ്ടി വന്നോ? പിന്നെ അവിടെ സംഭവിച്ചത്, അവൻ്റെ കിടക്ക അവൻ തന്നെ എടുത്ത്. അതാണ് കർത്താവ് താൻ തന്നെ ചുമക്കും, മറ്റൊരാളെ കൊണ്ട് ചുമപ്പിക്കില്ല. അവൻ്റെ ജീവിതം കൊണ്ട്, നമ്മുടെ തലമുറയുടെ ജീവിതം കൊണ്ട് നമുക്കൊരു ബാധ്യത വരില്ല. അവരവരുടെ ചുമട് തന്നെ എന്ത് ചെയ്തോളും? അല്ലേ? നമ്മളെ വീട്ടിൽ പലരും താമസിക്കാം, സഹോദരങ്ങൾ താമസിക്കാം, അല്ലാത്ത ബന്ധുക്കൾ താമസിക്കാം, അവരെല്ലാം നമുക്ക് ബാധ്യതയാണ്. പക്ഷെ നീ ശരിയായിട്ട് കർത്താവിൻ്റെ അടുക്കലെത്തിയാൽ, കർത്താവിൻ്റെ രക്തത്താൽ തുറന്ന പുതുവഴിയിൽ കൂടെ നീ സഞ്ചരിച്ചാൽ അവരാരും നിനക്ക് ബാധ്യതയാകില്ല. അവരെക്കുറിച്ചുള്ള മുമ്പിലത്തെ കഷ്ടം നീ മറന്നുപോകും. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു അനുഭവത്തിലെത്തുന്ന ഒരു വഴി ദൈവം നമുക്കായിട്ട് തുറന്നു തരട്ടെ. ഈ വഴിയിലെത്തണമെങ്കിൽ ഒരു സമയം പോലും നമ്മൾ സുവിശേഷത്തിന് വിരോധമായിട്ട് ആർക്കും വഴങ്ങിക്കൊടുക്കരുത്. പൗലോസ് അങ്ങനെയാണ് ചെയ്തത്. ഗലാത്യ ലേഖനത്തിൽ പറയുന്നത് 2:8 വാക്യമാണെന്ന് തോന്നുന്നത്. ഞാൻ സുവിശേഷം ഇത് ഇറങ്ങിയപ്പോൾ ആർക്കും ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. മനസ്സിലായ അല്ലേ? 2:8 തന്നെ. അഞ്ചാം വാക്യം വായിച്ചേ. 5. വേണ്ട, സുവിശേഷത്തിനകത്തൊരു സത്യമുണ്ട്. ആ സത്യം നമ്മളോടുകൂടെ നിലനിൽക്കണമെങ്കിൽ അവിശ്വാസികൾക്ക് വഴങ്ങിക്കൊടുക്കരുത്. മനസ്സിലായ? ഈ സത്യവും സുവിശേഷവും സംസാരവും എന്തരാണെന്ന് പഠിക്കണം. സത്യം, സംസാരം, സുവിശേഷം പഠിച്ചാലേ അതിൽ നിലനിൽക്കാൻ കഴിയുള്ളൂ. നിലനിന്നാൽ വഴങ്ങി കൊടുക്കൂല. ആക്ക് വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, തെളിയിച്ചു കൊടുക്കും, വഴങ്ങി കൊടുക്കില്ല. നമ്മൾ പലതിനും വഴങ്ങി കൊടുക്കുന്നു. അതുകൊണ്ട് നമുക്ക് എവിടെ എത്താൻ കഴിയുന്നില്ല?
കർത്താവ് ഇരിക്കുന്നിടത്ത് എത്താൻ കഴിയുന്നില്ല. നമുക്ക് പുതിയ വഴി, നമ്മൾ ഇന്നും പഴയ വഴി കിടന്ന് എന്ത് ചെയ്യുന്നു? തപ്പി തടയുകയാണ്. നമുക്ക് അവിടെ എത്താൻ കഴിയാതെ പല പ്രതികൂലങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ന് പകൽക്കാലം പ്രിയ മക്കളെ, നമ്മൾ കർത്താവ് ഒരുക്കുന്ന വഴിയിൽ കൂടെ നടന്ന ആ ഭാരം പിന്നെ അവർ ചുമക്കേണ്ടി വന്നിട്ടില്ല. വന്നോ? ആ കട്ടിൽ അവർ ചുമക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള സകല ഭാരങ്ങളും ആ പുതുവഴിയിൽ കൂടെ പ്രവേശിച്ച അത് തീരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.